സോഷ്യൽ മീഡിയയിൽ ഒരുപാട് താരങ്ങളുണ്ട്, ലൈക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസ് പോലുള്ള ഫാഷൻ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ കണ്ടൻസുകളൊക്കെ കണ്ടുകൊണ്ടാണ് ഇന്ന് പല കൺസ്യൂമേഴ്സും ഫാഷൻ പ്രോഡക്ട്സുകളെല്ലാം ബൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് എത്രമാത്രമാണ് ഈ സോഷ്യൽ മീഡിയ നമ്മുടെ കൺസ്യൂമേഴ്സിലേക്ക് എത്രമാത്രം ഹെൽപ്ഫുൾ ആകുന്നുണ്ട് ഒരു ബിഹേവിയർ ചേഞ്ചസും കാര്യങ്ങളൊക്കെ? അപ്പോൾ സോഷ്യൽ മീഡിയ നന്നായിട്ട് ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിലൊരു എനിക്ക് തോന്നുന്നു കോവിഡ് കാലത്താണ് ഇതിനൊരു വലിയൊരു ചേഞ്ച് വന്നത്. കാരണം എല്ലാവരും വീട്ടിലേക്ക് വന്ന സമയത്ത് നമ്മളുടെ ഉള്ളിലുള്ള ഈ പ്രോഡക്ട്സ് വീട്ടിലാണെങ്കിലും ഉള്ള പ്രോഡക്ട്സിനെ എങ്ങനെ കൊടുക്കണം എന്ന് അറിയില്ല. അപ്പോൾ അത് ആ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഓരോ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് യൂസ് ചെയ്തിട്ട് അതിനെക്കുറിച്ചിട്ട് പറയുമ്പോൾ അവർ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒക്കെ കാണുമ്പോൾ ഇറ്റ്സ് ലൈക്ക് അഡ്വർടൈസ്മെൻറ്റ്. നമ്മളിപ്പോൾ പണ്ട് കാലത്ത് ടി വിയിൽ ആയിരുന്നു അധികം പേരും. ഇപ്പോൾ ടി വി അങ്ങനെ കാണാതിരിക്കുന്നവർ ഈ ജനറേഷൻ കുറഞ്ഞു എല്ലാവരും. അപ്പോൾ ആ ഒരു ഇതിൽ വരുമ്പോൾ വിഷ്വൽ മീഡിയ മീൻസ് വിഷ്വൽ, ഓഡിറ്ററി ആൻഡ് കനസ്തെറ്റിക് എന്ന് നമുക്ക് ആ മൂന്നെണ്ണത്തിനെ കൊണ്ടുവരികയാണെങ്കിൽ വിഷ്വൽ, ഓഡിറ്ററി ഇപ്പം നമ്മൾ കാണുന്നു, കേൾക്കുന്നു എന്നുള്ളതിനെ നമുക്കിവിടെ പ്രാധാന്യം കൊണ്ടുവരാം. നമ്മളിങ്ങനെ കാണുമ്പോൾ ആ ഒരു സംഭവം അങ്ങനെ കാണുകയാണ്, അവർ പ്രസൻറ്റ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ഉള്ളിലേക്ക് അത് എത്തുന്നുണ്ട്. ഈ ഒരു ഇൻഫ്ലുവൻസേഴ്സ് അവർ കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ ഒരു ഡ്രസ്സിൻ്റെ ആണെങ്കിലും ലിപ്സ്റ്റിക് ആണെങ്കിലും ഫാഷൻ അങ്ങനെ എന്ത് സാധനങ്ങളാണെങ്കിലും അവരതിനെ കൊണ്ടുവന്ന് അവരതാണ് യൂസ് ചെയ്യണത്, അതാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ മുമ്പ് നമ്മൾ സിനിമ കാണുമ്പോഴോ സീരിയൽ കാണുമ്പോഴൊക്കെ ടി വി കാണുമ്പോഴൊക്കെ ആണെങ്കിൽ ഇന്ന് കയ്യിൽ ഫോണാണ്. നമ്മൾ കയ്യിൽ ഫോണും വെച്ചിട്ട് സീരിയലല്ല അധികം പേരും കാണുന്നത്, റീൽസാണ്. അപ്പം ഡെയിലി ആരെയാണോ കാണുന്നത് ആ കാണുന്ന ആൾക്കാരോട് നമുക്കൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. നമുക്ക് അവരെ കണ്ട് 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 നമുക്ക് അവരോടൊരു ശീലമായി അവരൊക്കെ. അപ്പോൾ അവരുപയോഗിക്കുന്ന അവർക്ക് നല്ല രസമുണ്ടല്ലേ ആ ഡ്രസ്സ് ഇട്ടപ്പോൾ അവരെ കാണാൻ, അവർ പുഞ്ചിരി നല്ലതാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഒരാൾ അങ്ങനെയാണ് ചിന്തിക്കുക. അവരെ ഇട്ടക്കണ ആ സാരി എന്തൊരു ഭംഗിയാണ്, ആ സാരി മാതിരി എനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നന്നാവില്ലേ. അപ്പോൾ അവരുമായിട്ടാണ് ഇവർ എടുക്കുന്നത്. ചില ആളുകൾ നമ്മുടെ മൈൻഡിൽ അവരെ ഓക്കെ ആയി, അപ്പോൾ അവർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പറയും വിഷ്വൽ രീതിയിലുള്ള ആൾക്കാരാണെങ്കിൽ കാണുന്ന കാര്യങ്ങളോടായിരിക്കും. ഓഡിറ്ററി ആകുമ്പോൾ അതിൻ്റെ ഒപ്പം പറയുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ മ്യൂസിക് ആവും, ചിലർ സംസാരിച്ചിട്ടാവും പറയാം ഈ കണ്ടൻറ്റിൻ്റെ ഇതിനെക്കുറിച്ചിട്ട് ഇന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ അത് അവരുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തും. അപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സിന് ഇത്രയും ഇമ്പോർട്ടൻസും ഉണ്ടാകുന്നത് എന്താ വെച്ചാൽ അതുകൊണ്ടാണ്. ഇപ്പോൾ സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ അവർ ഓൾറെഡി സെലിബ്രിറ്റിയാണ്, ഫിലിമിൽ എങ്ങനെയാണ് അവർ ഇത്രയും ഇതാണെങ്കിൽ സാധാരണ ആളുകൾക്ക് ഇടയിൽ നിന്നാണ് ഇവർ പെട്ടെന്ന് വന്നത്. അപ്പോൾ അവർക്ക് ആ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ഇരിക്കുമ്പോൾ അവരെടുക്കുന്ന സാരീസ്, അവർ ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ ഇവർക്ക് തോന്നുകയാണ് അഫോർഡബിൾ ആണ്, എനിക്കും പറ്റും, എല്ലാം ഉണ്ട്. ഇതെല്ലാം നമ്മുടെ മൈൻഡിൽ നമ്മളുടെ തോട്ടാണ്. നമ്മുടെ സൈക്കോളജിക്കൽ ലെവലിൽ നമ്മളത് നോക്കുമ്പോൾ ഇതെല്ലാം നമ്മളെ റിലേറ്റ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നമ്മളെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ ഉള്ളിൽ ഞാൻ ആദ്യം പറഞ്ഞിരുന്നപ്പോൾ ഒരു ഇഷ്ടങ്ങളുണ്ടാവും, എനിക്ക് ഇതുമാതിരി ആവണം, അപ്പോൾ എനിക്കും പറ്റുമെന്ന് തോന്നിപ്പിക്കാൻ ഈ കുറേ ഇൻഫ്ലുവൻസേഴ്സിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും നമ്മുടെ അടുത്തേക്ക് ആരാണോ കാണുന്നത് ഇങ്ങനെ കണ്ട് 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 ദാറ്റ്സ് എ സീക്രട്ട്. നമ്മളിങ്ങനെ എപ്പോഴും കൊണ്ടുവന്ന് നമ്മുടെ മൈൻഡിലേക്ക് അത് ആ ഇമേജ് വരും. ബിക്കോസ് ബ്രെയിനിലേക്ക് ഇമേജാണ് എടുക്കുന്നത്, ബ്രെയിൻ ഇമേജ് രൂപത്തിലാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്ന ഈ ഇമേജസിനെ അവരെടുക്കുകയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ എല്ലാവരും പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടു കഴിയുമ്പോൾ നമുക്കും പല തരത്തിലുള്ള പ്രൊഡക്ട്സിനെ കുറിച്ച് അറിയണം. അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നത്. ഫിലിംസ്, നമ്മുടെ മലയാളം മൂവീസ് ആയാലും ബോളിവുഡ് ആയാലും ഹോളിവുഡ് ആയാലും അപ്പോൾ അതിൽ കാണുന്ന ഓരോ ഡ്രസ്സുകൾ വെറൈറ്റി കളക്ഷൻസാണ് അതിനകത്ത് കാണുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ഫാഷൻ, യെസ് ആ സിനിമയിൽ അതുണ്ടായിരുന്നു, അപ്പോൾ അതെനിക്ക് വേണം, എനിക്ക് അങ്ങനത്തെ ഒരു ഇതിലേക്ക് ചേഞ്ച് വരുത്തണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ. ഇതിപ്പോൾ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളുടെ ജെൻസിൻ്റെ സൈഡിലേക്ക് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. സ്ത്രീകൾ ഈ ഒരു നരസിംഹം, പിന്നെ ജയസൂര്യയുടെ പടം വന്നല്ലോ, ഇങ്ങനെ കുറേ സാധനങ്ങൾ വന്നപ്പോൾ അവർ ആ മുണ്ടുകളാണ് അതിൻ്റെ ഒരു അതൊരു ട്രെൻഡായി കംപ്ലീറ്റ്. അത് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഓരോന്നും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. അവരെ ഇഷ്ടപ്പെട്ട ഒരാളെ പിന്നെ ആ ഒരു രീതിയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ആ വിഷ്വലിലാണ് കണ്ടത്, ആ ഇമേജിൽ നിന്ന് അത് കണ്ടു. അപ്പോൾ അവരെ തന്നെ അതിൽ കാണുകയാണ് എനിക്ക് ഇങ്ങനെ ആയിരിക്കുന്നത്. അതാണ് അവരുടെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ വിഷ്വൽ ആയിട്ട് നമ്മൾ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും നല്ലപോലെ. നമ്മൾ പറയും കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡിലിരിക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെയും ഇതിന് വ്യത്യാസമുണ്ട്. കോൺഷ്യസ് മൈൻഡ് കട്ടാവും നമ്മളൊരു ഫിലിം ഒന്നും കാണുമ്പോൾ. നമ്മളൊരു സിനിമ കാണാണ്, ആ സിനിമ കാണുന്ന സമയത്ത് ഇപ്പോൾ ട്രെയിൻ വരുന്നു, ഒരു സ്ത്രീ ഇങ്ങനെ നടന്നു പോവാണ്, ട്രാക്ക് കൂടെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ നെഞ്ചിരിപ്പെടും, അയ്യോ ഇടിക്കോ എന്തെങ്കിലും പറ്റുമോ, എന്തിന് നമുക്കത് സിനിമയെന്ന് അറിഞ്ഞൂടെ, എന്തിനാണ് അങ്ങനെ പറ്റുന്നത്.
അങ്ങനെ എന്തിനാ വരുന്നത്? അത്രയും അഡാപ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് അവിടെ നിന്ന് കട്ടായി. ഓക്കെ. നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് അവിടെ കൂടുതൽ. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് പോവാണ്, ഇൻവോൾവ് ആയി. അപ്പം നമ്മളുടെ മൈൻഡ് അവിടെ നിന്ന് നമ്മളൊരു ആൽഫ മോഡിലേക്ക് പോവാണ്, ഒരു പാതി മയക്കത്തിലേക്ക് പോകുന്ന മാതിരി. ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിങ്ങനെ കണ്ട് 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 നമ്മളിങ്ങനെ ആ ഒരു ഇതിലേക്ക് പോവുകയാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ആൾ ജീവനോടെ ഇരിക്കുന്നുണ്ട്, എന്നിരുന്നാലും നമുക്ക് ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ ചില ആൾക്കാരെ എങ്ങനെയൊക്കെയാണ് കാണിക്കാന്നറിയോ. സൈക്കോളജിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. ഭയങ്കരമായിട്ട് പാനിക്കാവുന്ന ആൾക്കാരുണ്ട്, അതിലത്തെ സീൻസ് കാണുമ്പോൾ ബുദ്ധിമുട്ടാവുന്ന ആൾക്കാരുണ്ട്, സൗണ്ട് ഉണ്ടാക്കണവരുണ്ട്, ചെയ്യടാ അടിക്കടാ എന്നൊക്കെ പറയുന്ന ആൾക്കാർ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ കട്ടാവാണ് അവർ. ആ കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവ് അവിടെ പോയി. അവരതിലേക്ക് ഇങ്ങനെ കംപ്ലീറ്റ് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ എഫക്റ്റ് ചെയ്യാണ്. നമ്മളെ എന്ത് കാര്യം സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് സ്ട്രോങ് ആയി കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഭയങ്കര റിസൾട്ട് കിട്ടുമെന്ന് പറയും. അത് നമ്മളെ ഹെവി ആയിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സബ് കോൺഷ്യസ് ഇപ്പോൾ ഒരു മെഡിറ്റേഷൻ മോഡിലേക്ക് വേറെ എന്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന കുറേ നല്ല കാര്യങ്ങൾ ഫ്രെയിം ചെയ്ത് കൊടുത്ത് അത് കുറച്ചും കൂടി ഈ കോൺഫിഡൻസ് ലെവലിനൊക്കെ അത് കുറച്ചും കൂടി യൂസ്ഫുള്ളായിട്ട് വരും. അപ്പോൾ ഈ എന്തെങ്കിലും ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഫിലിമിലാണെങ്കിലും ഇപ്പോൾ ഹിന്ദി അതിലാണെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ലെഹങ്കയും ലാച്ച് ഇങ്ങനത്തെ സാധനങ്ങൾ കൂടുതൽ വരാൻ തുടങ്ങിയത് കല്യാണങ്ങൾക്കൊക്കെ പണ്ട് കാലത്ത് ആകെ ഒരു പട്ടുസാരിയും അല്ലെങ്കിൽ ഒരു സെറ്റുമുണ്ട്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഇതിലേക്കാണെങ്കിൽ കുറച്ചും കൂടി ആ ടിഷ്യൂൻ്റെയും അങ്ങനത്തെ കുറച്ച് എംബ്രോയിഡറി വർക്കുകൾ വളരെ അങ്ങനത്തെ ഒന്നും ഇങ്ങനെ കല്ലും മുത്തൊക്കെ പതിപ്പിച്ച് നമ്മൾ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് വന്നത് ഈ കാണുന്ന സിനിമകളിൽ നിന്നുള്ള ഇത് തന്നെയാണ്, അവിടെ തന്നെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് നമ്മളൊരു ട്രെൻഡ് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഈ ട്രെൻഡുകൾ എല്ലാ സമയത്തും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു വലിയ സത്യം. കുറച്ച് കഴിഞ്ഞാൽ ട്രെൻഡ് പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രെൻഡിൻ്റെ പിന്നാലെ പോകുന്നവർക്കുണ്ടാകുന്ന ഒരു പ്രശ്നം അതാണ്. പിന്നെ ചിലത് വാർഡ്രോബിൽ ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ ഇരിക്കും കൂടുതൽ.